ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫ്യൂ ഡേയ്സ് ഇൻ മൈ ലൈഫ്, കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ചെടുത്ത് ക്ലബ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ തുടങ്ങാം. ഇന്ന് എനിക്ക് ക്ലാസ് ഉള്ളൊരു ഡേ ആണ്. അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി സുഹാനപ്പോൾ എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. ഞാനപ്പോൾ എൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ കുളിക്കാനും റെഡിയാകാനൊക്കെ വരുന്നത്. തുണി വിരിച്ചിട്ടിരിക്കുന്നത് മൈൻഡ് ചെയ്യേണ്ട, ഇപ്പം അറിയാമല്ലോ മഴക്കാലമാണ്. പിന്നെ ഞാൻ ബസ്സിൽ പോവാണ് ഇന്ന് കേട്ടോ, ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ബസ്സിൽ കയറി എന്നിട്ട് ഞാൻ സ്റ്റാൻഡിലെത്തി ഒരു വടയല്ലല്ലോ സമൂസയും ചായയും കുടിക്കുകയാണ്. കാരണം രാവിലെ ഒന്നും കഴിക്കാനുള്ളൊരു നേരം കിട്ടുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കും, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ ഉച്ച വരെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ പോയിട്ട് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഫോൺ അവിടെ നമ്മൾ ഏൽപ്പിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി ഒരു സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ പഠിത്തം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും. അതിനിടയ്ക്ക് ചായ കുടിച്ചു, ഫ്രഷായി, അങ്ങനെയൊക്കെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ സുഹാന ഞാൻ എഴുതിപ്പിക്കുകയാണ് കേട്ടോ. എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ ഞാൻ ബുക്കിൽ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ എഴുതിക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. പറയുമ്പോൾ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്, എഴുതാൻ മടി കാണിക്കുന്നുണ്ട്. പക്ഷേ എഴുതിക്കും, നമ്മളങ്ങനെ ഇരുത്തി എഴുതിക്കും. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ പരിപാടികളൊക്കെ ആയിരിക്കും. ഇടയ്ക്ക് ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്. പിന്നെ പതുക്കെ ഞാൻ പിടിച്ചവനെ ആയി വരുന്നേ ഉള്ളൂ. പ്രീ സ്കൂളല്ലേ, അംഗൻവാടിയല്ലേ, അപ്പോൾ നമുക്ക് അത്രയും ഭയങ്കരമായിട്ട് എഴുതാനൊന്നും അറിയില്ല. പക്ഷെ പതുക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് അത് കഴിഞ്ഞിട്ട് രാത്രി തന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവധിയാണെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പിലൊക്കെ വന്നു. 4 ദിവസം നമുക്ക് അടുപ്പിച്ച് അവധി കിട്ടി. അപ്പോൾ വ്യാഴാഴ്ചയായിരുന്നു, വെള്ളിയാഴ്ച നമുക്ക് അവധി കിട്ടി, വ്യാഴം വെള്ളി നമുക്ക് അവധി കിട്ടി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ കളിക്കുന്നതാണ് കേട്ടോ സുഹാൻ. ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ എപ്പോഴും ഫുൾ ടൈം കളിയായിരിക്കും. പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു, റെസ്റ്റ് എടുത്തു. ഉറങ്ങാനൊക്കെ ഉള്ളൊരു മൂഡുണ്ടായിരുന്നു. കാരണം രാവിലെ ഭയങ്കരമായിട്ട് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസമായിട്ടാണ് ഞാൻ പിന്നെ രാത്രിയാണ് അന്ന് വീട്ടിലെത്തിയത്. അതുകൊണ്ട് അന്ന് വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് പിറ്റേ ദിവസം വ്ളോഗാണ് കേട്ടോ. പിന്നെ ചായയൊക്കെ ഞാൻ വെച്ചു. നോക്കിയപ്പോൾ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു, ഭയങ്കര മഴയാണ്. അങ്ങനെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഹാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ അവനും എന്നിട്ട് ചായ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കി. കട്ടൻ ചായയും ഒക്കെ കുടിച്ചിട്ട് പാൽ ചായയും കട്ടൻ ചായയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ടി വിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ഒരു സുഖം വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കാനല്ലേ. അതും സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ അത് വേറൊരു സുഖമാണ്. അത് നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. ചിലർക്കൊക്കെ അത് മനസ്സിലാവും. ഓക്കെ. പിന്നെ സുഹാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അവനിക്കുള്ള പഴം റോസ്റ്റ് ചെയ്തത് പിന്നെ എല്ലാം കൊടുത്തു. അവനെ പിന്നെ വൈകുന്നേരമായപ്പോൾ ഒന്ന് കുളിപ്പിച്ച് ഫ്രഷാക്കി. രാവിലെ പിന്നെ പഠിത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട്, സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ കുളിച്ചൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ കുളിച്ചെല്ലാം പിന്നെ ഇങ്ങനെ ഇരുന്നു. പിന്നെ പിറ്റേ ദിവസത്തെ വ്ളോഗാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസം അടുപ്പിച്ചെടുത്ത് ക്ലബ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. കണ്ടിന്യൂഷനൊന്നും കാണില്ല, അതൊന്നും നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. പിന്നെ അന്ന് എനിക്ക് കാപ്പി കുടിക്കാനൊരു മോഹമായിട്ട് കാപ്പിയൊക്കെ ഞാൻ വെച്ചു. എന്നിട്ട് ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ്. പിന്നെ അടുത്ത നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് ചോറ് ഉണ്ണുന്നതാണ് ഞാൻ കാണിക്കുന്നത് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു, ഞാനും സുഹാനും കൂടി ഇരുന്ന് കുറേ നേരം കളിക്കും. ഇത് തന്നെയാണ് പരിപാടി. നമ്മൾ വേറെ എവിടെയും പോകാറില്ല. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ പോയി കിടക്കും. അങ്ങനെയൊക്കെ ചെയ്താണ് കുറച്ച് 3-4 ദിവസം തള്ളി നിൽക്കുന്നത്. പിന്നെ ഇത് ഉമ്മയുള്ള വീട്ടിൽ എല്ലാവരും ഉള്ള ഇപ്പോൾ ഒരു ദിവസമാണ്. അന്ന് നമ്മൾ കപ്പയും എല്ലും കഴിക്കുകയാണ്. സുഹാനും ബ്രെഡൊക്കെ പൊരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ അന്ന് രാത്രി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. കാനാറയ്ക്ക് തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ടോവിനോടെ ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ടോവിനൊന്നും കണ്ടില്ല. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു 3-4 ദിവസം അവധി കിട്ടിയപ്പോൾ ഉള്ളൊരു ഡേ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ തൽക്കാലം പോകാം കേട്ടോ.